നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 3യുടെ പേരെന്ന് പറയുന്നത് സമ്മറൈസ് ദ വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് മീറ്റേഴ്സ് ഫോർ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. പിന്നെ മെത്തേഡ്സ് ഫോർ മെഷറിംഗ് എർത്ത് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഡിജിറ്റൽ മീറ്റേഴ്സിൻ്റെ വർക്കിംഗ് പഠിക്കാനുണ്ട്. CRO ആൻഡ് DSOൻ്റെ വർക്കിംഗ് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒരു സിംഗിൾ ഫേസ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്റർ. ഈ പവർ ഫാക്ടർ മീറ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? പവർ ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്, കറണ്ട് എന്ന് പറയുന്നത് I ആണ്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ബിറ്റ്വീനുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണെങ്കിൽ നമ്മുടെ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് ഫൈ ആണ്. ഓക്കെ, കോസ് ഫൈ എന്നുള്ളതിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവർ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ വരാം എന്നുള്ളത് ആദ്യം അറിയണം. 0 മുതൽ 1 വരെയാണ് നമ്മുടെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ വരുന്നത്. അതിൽ 3 ടൈപ്പ് പവർ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് യൂണിറ്റി പവർ ഫാക്ടർ, രണ്ടാമത്തത് ലാഗിങ് പവർ ഫാക്ടർ, മൂന്നാമത്തത് ലീഡിങ് പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത് പവർ ഫാക്ടർ = 1 ആയിരിക്കും. ഓക്കെ, അത് വരുന്നത് റെസിസ്റ്റീവ് ലോഡിനാണ്. ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡക്റ്റീവ് ലോഡിന് വരുന്നതാണ്. ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ലോഡിന് വരുന്ന പവർ ഫാക്ടറാണ്. ഓക്കെ, ഇനി പവർ ഫാക്ടർ ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഏത് ടൈപ്പാണെന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പവർ ഫാക്ടറിൻ്റെ ടൈപ്പ് വരിക. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ യൂണിറ്റി പവർ വരും, ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ ലാഗിങ് പവർ വരും, കപ്പാസിറ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ ലീഡിങ് പവറും വരും. ഓക്കെ, ഇനി പവർ ഫാക്ടർ മീറ്റർ എന്നുള്ളതിനെ തന്നെ നമ്മൾ 2 ടൈപ്പായിട്ട് കാണാൻ പറ്റും. സിംഗിൾ ഫേസ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററും 3 ഫേസ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററും. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയും 7 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമുക്ക് പറയാനുള്ളത് പവർ ഫാക്ടർ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് പവർ ഫാക്ടറിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീറ്ററാണ് പവർ ഫാക്ടർ മീറ്റർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് പവർ ഫാക്ടർ മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററാണ്. അതാണ് എന്ത് തരിക? ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഓപ്പറേഷൻ തരുന്ന ഒരു പവർ ഫാക്ടർ മീറ്ററാണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്റർ. അതിൻ്റെ തന്നെ 2 ടൈപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ ഫേസ് ഒന്നും 3 ഫേസ് അടുത്തതായിട്ടും. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററിൻ്റെ ഫിഗറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെ ഇതിനും എന്തുണ്ട്? മൂവിങ് കോയിലും ഫിക്സഡ് കോയിലും ആണുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫിക്സഡ് കോയിൽ, ഇവിടെ ഒരു ഫിക്സഡ് കോയിൽ ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. അത് 2 ഹാഫായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. മൂവിങ് കോയിൽസ് 2 എണ്ണം ഉണ്ട്. അതിന് ആംഗിൾസ് ഏതൊക്കെയാണ്? അതിൽ 3 ഫേസിലും സിംഗിൾ ഫേസിലും ആംഗിൾസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ ഫൈ ആണ് സിംഗിൾ ഫേസിൽ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ മൂവിങ് കോയിൽസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രിയിലാണ് നമ്മുടെ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? മൂവിങ് കോയിൽസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ സ്കെയിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിൽ വരുന്ന പവർ ഫാക്ടർ എന്തായിരിക്കും? ലാഗിങ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിൽ വരുന്ന പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത്, ഫിക്സഡ് കോയിലിനെയാണ് നമ്മൾ കറണ്ട് കോയിൽ എന്ന് പറയുന്നത്. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ലോഡാണ്. 2 പ്രഷർ കോയിൽസ് എന്ന് പറയുന്നത് എയും ബിയും വിച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് സപ്ലൈ വോൾട്ടേജ്. അതായത് നേരത്തെ പറഞ്ഞു സപ്ലൈ വോൾട്ടേജിന് പാരലായിട്ട് നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഇതാണ്, ഇതിന് പാരലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരെണ്ണം ഇവിടെ കൊടുത്തു, ഒരെണ്ണം ഇവിടെ കൊടുത്തു. എ ഇതാണ്, ബി ഇതാണ്. എയും ബിയും 90 ഡിഗ്രി ആംഗിളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും മൂവിങ് കോയിൽസ് ആണ്. ഇത് രണ്ടും കൂടെ സപ്ലൈ വോൾട്ടേജിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി
റെസിസ്റ്റർ ആർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് കോയിൽ എ. കോയിൽ എക്ക് സീരീസ് ആയിട്ട് റെസിസ്റ്റർ ആർ കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ടർ എ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് കോയിൽ ബി. കോയിൽ എയിൽ റെസിസ്റ്റർ ആർ കണക്ട് ചെയ്തിട്ടുണ്ട്. കോയിൽ എയിൽ റെസിസ്റ്റർ ആർ കണക്ട് ചെയ്തിട്ടുണ്ട്. കോയിൽ ബിയിൽ ഇൻഡക്ടർ എല്ലും കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. When the power factor meter is connected to a circuit whose power factor is to be measured, two opposing torques act on the moving system. മൂവിങ് സിസ്റ്റത്തിൽ ഒപ്പോസിങ് ടോർക്കുകൾ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പവർ ഫാക്ടർ മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ കോയിൽ എ എന്ന് പറയുന്നത് ടി എ ഇസ് ഈക്വൽ ടു കെ വി ഐ എം മാക്സ് കോസ് ഫൈ സൈൻ തീറ്റ. ടോർക്ക് ആക്ടിങ് ഓൺ കോയിൽ ബി എന്ന് പറയുന്നത് ടി ബി ഇസ് ഈക്വൽ ടു കെ വി ഐ എം മാക്സ് cos 90 minus 5 sin 90 plus theta is equal to KVIM max sin 5 cos 5. sin 5 cos 5 എങ്ങനെയാണ് ഇതായത്? ഇത് cos 90 minus 5 എന്ന് പറയുന്നത് sin 5 ആണ്. sin 90 plus theta എന്ന് പറയുന്നത് cos theta ആണ്. where theta is the angular deflection from the plane of reference. ഇവിടെ plane of reference നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഇതാണ് plane of reference എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ തീറ്റ കാണിച്ചിട്ടുണ്ട്. തീറ്റ കാണിച്ചിട്ടുണ്ട്. ഇതാണ് തീറ്റ. പ്ലെയിൻ ഓഫ് റെഫറൻസും ഈ ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. എം മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ആണ്. കോയിൽസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് എം മാക്സ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? എയിലുള്ള ടോർക്കും ബിയിലുള്ള ടോർക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടി എ ഇസ് ഈക്വൽ ടു ടി ബി. അങ്ങനെ പറഞ്ഞാൽ കെ വി ഐ എം മാക്സ് കോസ് ഫൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കെ വി ഐ എം മാക്സ് സൈൻ ഫൈ കോസ് തീറ്റ. ഫ്രം ദ എബവ് ഇക്വേഷൻസ് ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ദാറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കെ വി ഐ എം മാക്സ് ഒക്കെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. തീറ്റ എന്ന് പറയുന്നത് ഫൈ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. കോസ് ഫൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആണ്. അപ്പോൾ എന്താണ്? ബൈ കാലിബ്രേറ്റിംഗ് ദ സ്കെയിൽ സ്യൂട്ടബ്ലി ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ക്യാൻ ബി ഇൻഡിക്കേറ്റഡ്. സ്കെയിലിനെ സ്യൂട്ടബിളായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സർക്യൂട്ടിലുള്ള പവർ ഫാക്ടറിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി ഡിസൈൻ ഫോർ ആൻഡ് കാലിബ്രേറ്റഡ് അറ്റ് ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ വിച്ച് ഇസ് ടു ബി യൂസ്ഡ്. സപ്ലൈക്ക് അനുസരിച്ചിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക. ഈ 3 ഫേസ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററിൻ്റെ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടത് നമുക്ക് 90 ഡിഗ്രിയിലായിരുന്നു എന്ത് വന്നിരുന്നത്? നമ്മുടെ മൂവിങ് കോയിൽസ് കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ എയും ബിയും കണക്ട് ചെയ്തിരിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 120 ഡിഗ്രിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ആംഗിൾ 60 ആണ്. ഇവിടെയുള്ള ആംഗിൾ 120 ഡിഗ്രിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? മൂവിങ് കോയിൽസ് എയും ബിയും കണക്ട് ചെയ്തിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. നേരത്തെ നമ്മൾ സിംഗിൾ ഫേസിൽ 90 ഡിഗ്രിയിലായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇത് 3 ഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് മീറ്റർ ഇസ് ഓൺലി യൂസ്ഫുൾ ഫോർ ബാലൻസ്ഡ് ലോഡ്സ്. ബാലൻസ്ഡ് ലോഡ്സിന് മാത്രമാണ് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. The two moving coils are so placed that the angle between their planes is 120 degree. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. They are connected across 2 different phases of the supply circuit. സപ്ലൈ സർക്യൂട്ടിൻ്റെ 2 ഡിഫറെൻറ്റ് ഫേസസിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇത് എയും ബിയും കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈച്ച് കോയിൽ ഹാസ് എ സീരീസ് റെസിസ്റ്റൻസ്. 2 കോയിൽസിനും എന്തുണ്ട്? ഈ ബിക്കും സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, എയ്ക്കും സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 2 കോയിൽസിനും എന്തുണ്ട്? സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽസ് ആൻഡ് ബി ആർ. എയിലൂടെ പോകുന്ന കറണ്ട് ഐ എയും ബിയിലൂടെ പോകുന്ന കറണ്ട് ഐ ബിയും ആയിരിക്കും. വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് കോയിൽ എന്ന് പറയുന്നത് V12 ആയിരിക്കും. ആസ് ഇറ്റ് സർക്യൂട്ട് ഇസ് റെസിസ്റ്റീവ്. ഓക്കെ. കറണ്ട് ഐ എ ഈസ് ഇൻ ഫേസ് വിത്ത് V12. റെസിസ്റ്റീവ് ആയതുകൊണ്ട് സർക്യൂട്ടിൽ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് എന്താണ്? ഐ എ ഈസ് ഇൻ ഫേസ് വിത്ത് V12. ഓക്കെ. ഈ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് കോയിൽ ബി എന്ന് പറയുന്നത് V13 ആണെങ്കിൽ ദ കറണ്ട് ഐ ബി എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് V13 ആസ് ദ സർക്യൂട്ട് ഓഫ് ദ കോയിൽ റെസിസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇൻ ഫേസ് ആയിരിക്കും കറണ്ടും വോൾട്ടേജും വരിക 2 കേസിലും, എയിലും ബിയിലും. ഓക്കെ. ഇത് അതിൻ്റെ ഫേസർ ഡയഗ്രാമാണ്. ഫൈ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആംഗിൾ ഓഫ് ദി സർക്യൂട്ടും തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഡിഫ്ലക്ഷൻ ഫ്രം ദ പ്ലെയിൻ ഓഫ് റെഫറൻസും ആണെന്നുണ്ടെങ്കിൽ
Now V1 is equal to V2 is equal to V3 is equal to V ആണെന്ന് കാണാം. അപ്പോൾ ഒന്ന് കണക്കാക്കുക നമ്മൾ അതായത് സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ടോർക്ക് ആക്ടിംഗ് ഓൺ കോയിൽ എന്ന് പറയുന്നത് TA is equal to KV1 to IM max cos 30 plus 5 into sin 60 plus theta is equal to V3 KVA max ഇങ്ങനെ വരും. ഓക്കെ, ടോർക്ക് ആക്ടിംഗ് ഓൺ കോയിൽ B എന്ന് പറയുന്നത് ഇതും വരും. ടോർക്സ് ടിഎയും ടി ബിയും ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. And the moving system takes up a position where TA is equal to TB വരുമ്പോഴാണ് മൂവിങ് സിസ്റ്റം ഒരു പൊസിഷനിലെത്തുക. സോൾവിങ് ദ എബോ ഇക്വേഷൻസ് എന്ത് കിട്ടും? തീറ്റ ഇസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടുക. ദ സ്കെയിൽ മേ ബി suitably calibrated to indicate power factor cos 5 of the circuit. cos 5 കിട്ടാൻ വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിങ്ക്രോണോസ്കോപ്പ് അല്ലെങ്കിൽ സിങ്ക്രോസ്കോപ്പ്. വെസ്റ്റേൺ ടൈപ്പ് സിങ്ക്രോസ്കോപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും സിങ്ക്രോസ്കോപ്പിൽ എന്തൊക്കെയാണുള്ളത്. സിങ്ക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ടു സിസ്റ്റംസ് ആർ സിങ്ക്രോണൈസ്ഡ് വിത്ത് ഈച്ച് അതർ. അതായത് സിങ്ക്രോണൈസേഷൻ നടത്തുമല്ലോ നമ്മൾ രണ്ട് സിസ്റ്റംസ്, അതായത് ജനറേറ്റേഴ്സോ അല്ലെങ്കിൽ പവർ നെറ്റ്വർക്ക്സോ അങ്ങനെ രണ്ട് സിസ്റ്റംസ് എന്ത് ചെയ്യാം നമുക്ക് സിങ്ക്രോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടും പരസ്പരം സിങ്ക്രോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സിങ്ക്രോസ്കോപ്പ് അല്ലെങ്കിൽ സിങ്ക്രോണോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ പറ്റും എ സിങ്ക്രോസ്കോപ്പ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ കറക്റ്റ് ഇൻസ്റ്റൻറ്റ് ഫോർ ക്ലോസിംഗ് ദ സ്വിച്ച് വെൻ കണക്ട്സ് ആൻ ഓൾട്ടർനേറ്റർ ടു ദ പവർ സ്റ്റേഷൻ ബസ് ബാർസ്. ഓക്കെ, ദ കറക്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് സിങ്ക്രോണൈസിങ് ഈസ് വെൻ ദ ബസ് ബാർ ആൻഡ് ദ ഇൻകമിംഗ് മെഷീൻ വോൾട്ടേജസ് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അത് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സിങ്ക്രോണൈസേഷൻ നടക്കുകയുള്ളൂ. അത് ഈ ഇൻകമിംഗ് മെഷീൻ വോൾട്ടേജസ് എന്താണ്? ബസ് ബാർസും ഇൻകമിംഗ് മെഷീൻ വോൾട്ടേജസും ഒന്നാമത്തത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, രണ്ടാമത്തത് ഇൻ ഫേസ് ആയിരിക്കണം, മൂന്നാമത്തത് അറ്റ് ദ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. ഇൻ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഇൻ ഫേസ് ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സിങ്ക്രോണൈസേഷൻ നടക്കുകയുള്ളൂ. അതിനൊക്കെ പുറമെ എന്താണ്? ദ ഫേസ് സീക്വൻസ് ഓഫ് ടു വോൾട്ടേജസ് ഷുഡ് ബി ദ സെയിം. ഫേസ് സീക്വൻസും സെയിം ആയിരിക്കണം. ദിസ് കണ്ടീഷൻ ഇസ് മെറ്റ് ബൈ യൂസിങ് എ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് സീക്വൻസ് സെയിം ആണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജസ് is checked using a voltmeter. വോൾട്ടേജിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് ദ സിങ്ക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സിങ്ക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ ടു ഇൻഡിക്കേറ്റ് ദ ഡിഫറൻസ് ഇൻ ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജസ് ഓഫ് ദ ബസ് ബാർ ആൻഡ് ദ ഇൻകമിംഗ് മെഷീൻ. രണ്ട് സിസ്റ്റത്തിൻ്റെയും ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജസും ഫേസിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സിങ്ക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സിങ്ക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് എഴുതാൻ പറ്റുക? ടു ഇൻഡിക്കേറ്റ് ദ ഡിഫറൻസ് ഇൻ ഫേസ് എഴുതാൻ പറ്റും, പിന്നെ ടു ഇൻഡിക്കേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജസ് എന്ന് എഴുതാൻ പറ്റും. ഏതിൻ്റെയൊക്കെ? ബസ് ബാറിൻ്റെയും ഇൻകമിംഗ് മെഷീനിൻ്റെയും. ഇതാണ് ഫിഗർ വരുന്നത്. ലാംപ്രോ ട്രാൻസ്ഫോമർ, സിങ്ക്രോണൈസിങ് സ്വിച്ച്, ഇൻകമിംഗ് മെഷീൻസ്. RLB ഇവിടെ കാണാം, RLB ഇവിടെയും കാണാം. ഓക്കെയാണ്. കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 3 ലിങ്ക്ഡ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു 3 ലിങ്ക്ഡ് ട്രാൻസ്ഫോമർ കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കിവിടെ. 3 ലിങ്ക്ഡ് ട്രാൻസ്ഫോമർ ആണിത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വൈൻഡിങ് ഓൺ വൺ ഓഫ് ദ ഔട്ടർ ലിങ്ക്സ് ഇസ് എക്സൈറ്റഡ് ബൈ ദ സപ്ലൈ ഫ്രോം ദ ബസ് ബാർ. ബസ് ബാറിലുള്ള സപ്ലൈ ആയിട്ട് ഔട്ടർ ലിങ്കിലുള്ള ഇത് എക്സൈറ്റഡ് ആവും. ഔട്ടർ ലിങ്കിലുള്ള എന്ത് വൈൻഡിങ് എക്സൈറ്റഡ് ആവും ബസ് ബാറിലെ സപ്ലൈ വഴി. ദ വൈൻഡിങ് ഓൺ ദ അതർ ലിങ്ക് ഇസ് എക്സൈറ്റഡ് വിത്ത് സപ്ലൈ ഫ്രം ദ ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററിനുള്ള സപ്ലൈ കൊണ്ട് എന്ത് എക്സൈറ്റഡ് ആവും? അടുത്ത ലിങ്കിലുള്ള വൈൻഡിങ്ങും എക്സൈറ്റഡ് ആവും. ദ സെൻട്രൽ ലിങ്ക് ക്യാരീസ് എ വൈൻഡിങ് ടു വിച്ച് ലിങ്ക്സ് ദ ഫേസർ സം ഓഫ് ദ ഫ്ലക്സസ് പ്രൊഡ്യൂസ് ഇൻ ദ 2 ഔട്ടർ ലിങ്ക്സ്. രണ്ട് ഔട്ടർ ലിങ്ക്സിൻ്റെ ഫ്ലക്സസിൻ്റെ ഫേസർ സം ആയിരിക്കും സെൻട്രൽ ലിങ്കിൽ വരിക. ആ ലിങ്കിലാണ് സെൻട്രൽ ലിങ്കിലാണ്
എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലാമ്പ് ഇസ് കണക്റ്റഡ് ടു ദിസ് വൈൻഡിങ് ഷോൺ. ഷോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ്പ് ദാ ഈ സെൻട്രൽ വൈൻഡിങ്ങിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ലിങ്കിലുള്ള വൈൻഡിങ്ങിലേക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ഫ്ലക്സസ് ഇൻ ദ ടു ഔട്ടർ ലിങ്ക്സ് ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, രണ്ട് ഔട്ടർ ലിങ്ക്സിൻ്റെയും ഫ്ലക്സസ് എന്താണ്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ നോ ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ വൈൻഡിങ്. ഈ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഒന്നും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻ ദ സെൻട്രൽ ലിങ്ക് വൈൻഡിങ് ഇൻ ദ സെൻട്രൽ ലിങ്ക് ആൻഡ് ദ ലാമ്പ് വിൽ നോട്ട് ഗ്ലോ. അതായത് സെൻട്രൽ ലിങ്കിലുള്ള വൈൻഡിങ്ങിൽ ഇ എം എഫ് ഒന്നും ഇൻഡ്യൂസ് ചെയ്യില്ല. ഇ എം എഫ് ഒന്നും ഇൻഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവില്ല? ലാമ്പ് ഗ്ലോ ചെയ്യില്ല. എപ്പോൾ? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആകുമ്പോൾ, രണ്ട് ഔട്ടർ ലിങ്ക്സും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആകുമ്പോൾ ലാമ്പ് ഗ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? ലാമ്പ് സെൻട്രൽ ലിങ്കിലുള്ള വൈൻഡിങ്ങിലും ഇ എം എഫ് ഒന്നും ഉണ്ടാവുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ദ ടു വോൾട്ടേജസ് ആർ ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ലാമ്പ് ഗ്ലോ ചെയ്തില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? രണ്ട് വോൾട്ടേജസും ഔട്ട് ഓഫ് ഫേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഹൗവർ ഇഫ് ദ ടു വോൾട്ടേജസ് ആർ ഇൻ ഫേസ് ആണെന്ന് വെച്ച വോൾട്ടേജസ്, അപ്പോൾ ഫ്ലക്സസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടു ഔട്ടർ ലിങ്ക്സ് വിൽ ബി അഡിറ്റീവ്. ഫ്ലക്സസ് എന്തായിരിക്കും? വോൾട്ടേജസ് ഇൻ ഫേസ് ആകുമ്പോൾ ഫ്ലക്സസ് എന്ന് പറയുന്നത് അഡിറ്റീവ് ആയിരിക്കും, സമമായിരിക്കും. ആൻഡ് ദ ലാമ്പ് വിൽ ഗ്ലോ വിത്ത് മാക്സിമം ബ്രൈറ്റ്നസ്സിൽ ലാമ്പ് ഗ്ലോ ചെയ്യും. ഓക്കെ. ഇഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ടു വോൾട്ടേജസ് ആർ ഡിഫറെൻറ്റ്, ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ, രണ്ട് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ലാമ്പ് വിൽ ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ മിന്നിപ്പോവും. ദ ഫ്രീക്വൻസി ഓഫ് ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് ഓഫ് ബസ് ബാർ ആൻഡ് ദ ഇൻകമിംഗ് മെഷീൻ വോൾട്ടേജ്. ബസ് ബാറിൻ്റെയും ഇൻകമിംഗ് മെഷീൻ വോൾട്ടേജിൻ്റെയും ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസിനനുസരിച്ചിട്ടായിരിക്കും ഈ ഫ്ലിക്കറിങ്ങിൻ്റെ ഫ്രീക്വൻസി വരിക, ലാമ്പിൻ്റെ ഫ്ലിക്കറിങ്ങിൻ്റെ ഫ്രീക്വൻസി വരിക. The correct instant of synchronizing is when the lamp is flickering at a very slow rate and is at its maximum brightness. ഈ സിങ്ക്രോണൈസേഷന് പറ്റിയ ഏറ്റവും കറക്റ്റ് ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ലാമ്പ് ഫ്ലിക്കർ ചെയ്യുന്ന സമയത്തായിരിക്കും. അറ്റ് എ വെരി സ്ലോ റേറ്റ്, ആ ഒരു വെരി സ്ലോ റേറ്റിൽ ലാമ്പ് ഫ്ലിക്കർ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിലും പിന്നെ എപ്പോഴായിരിക്കും? മാക്സിമം ബ്രൈറ്റ്നെസ്സിൽ ഫ്ലിക്കർ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിലും ആയിരിക്കും നമ്മുടെ സിങ്ക്രോണൈസേഷൻ്റെ കറക്റ്റ് ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററാണ്. റൊട്ടേറ്റിംഗ് ടൈപ്പ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇതിൽ നമുക്ക് RYB കാണാം, ഡിസ്ക് കാണാം ഫിഗറിൽ. ഇതാണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററിൻ്റെ ഫിഗർ വരുന്നത്. ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനാണ് വരുന്നത്. 3 കോയിൽസ് വരുന്നുണ്ട്. സ്റ്റാർ കണക്റ്റഡ് ആണ്. 180 ഡിഗ്രി അപ്പാർട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 3 ടെർമിനൽസും ബ്രോട്ട് ഔട്ട് ആസ് ഷോൺ ഫിഗർ 5 കാണിച്ചിരിക്കുന്നത് പോലെയാണ് 3 ടെർമിനൽസും കൊടുത്തിരിക്കുന്നത്. ഓക്കെ. The 3-phase supply whose phase sequence is to be determined is connected to 3 terminals. 3 phase sequence ഡിറ്റർമിൻ ചെയ്യേണ്ട 3 ഫേസ് സപ്ലൈയും എവിടെ കൊടുക്കുക? ഈ 3 ടെർമിനൽസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. ദ കോയിൽസ് ഓൺ ഗെറ്റിംഗ് 3-phase സപ്ലൈ പ്രൊഡ്യൂസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അലൂമിനിയം ഡിസ്ക് ഇസ് കെപ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. ആ ഫീൽഡിൽ ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ടായിരിക്കും. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫീൽഡ് ഓൺ ലിങ്കിങ് വിത്ത് ദ അലൂമിനിയം ഡിസ്ക് ഫോഴ്സസ് ഇറ്റ് ടു റൊട്ടേറ്റ്. ഇതിൽ അലൂമിനിയം ഡിസ്കിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എന്തുണ്ടാവും? ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് സെയിം ആസ് ദാറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ആരോ ഹെഡ്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ആരോ ഹെഡ് പോലെ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ, ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? The phase sequence of the supply is same as that marked on the terminals of the instrument. ഇൻസ്ട്രുമെൻസിൻ്റെ ടെർമിനൽസിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഫേസ് സീക്വൻസ് ഓഫ് ദ സപ്ലൈ. However, if the disk revolves opposite to the direction indicated by the arrowhead clockwise ആയിരുന്നു കാണിച്ചത്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ റെവല്യൂഷൻ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സീക്വൻസ് ഓഫ് ദ സപ്ലൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദ ടെർമിനൽസ് ആയിരിക്കും. ടെർമിനൽസിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഫേസ് സീക്വൻസ് ഓഫ് സപ്ലൈ വരും. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി മീറ്റേഴ്സ് ആണ്. അതിൽ മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പും ഉണ്ട്, ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പും ഉണ്ട്. മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പിന്
നമ്മൾ എന്തൊക്കെ പറയും? വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്നും കൂടെ പറയും. അതേപോലെ ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പിന് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്നും പറയും. ഓക്കെ, വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കാണാൻ പറ്റും, ഇതിൽ റീഡ്സ് കാണാൻ പറ്റും, കുറേ റീഡ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഫ്ലാഗ്സ് കാണാൻ പറ്റും, ലാമിനേറ്റഡ് മാഗ്നറ്റ് കോർ കാണാൻ പറ്റും, വൈൻഡിങ്സും കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റീഡ് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇനി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സ്റ്റീൽ സ്ട്രിപ്സ് കോൾഡ് റീഡ്സ്. സ്റ്റീൽ സ്ട്രിപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഡ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് റീഡ്സ് ഇസ് ഷേപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദം ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അത് റീഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അത് എന്തിനാണ് അങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദം ഇസ് ഡിഫറെൻറ്റ്. നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദസ് ഈച്ച് റീഡ് ഹാസ് എ നാച്ചുറൽ ഫ്രീക്വൻസി. ഓരോ റീഡിനും ഓരോ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, വിച്ച് ഇസ് നോൺ, അതറിയാവുന്നതായിരിക്കും നമുക്ക്. The reeds are placed in a row alongside and close to an electromagnet. ഇവിടെ ഫിഗറിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റായിട്ടിൻ്റെ സൈഡിലായിട്ട് റീഡ്സ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. The electromagnet has a laminated iron core. അതും ഇവിടെ കാണാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ലാമിനേറ്റഡ് അയൺ കോറാണ് ഈ കാണിച്ചിരിക്കുന്നത്. And its coil is connected in series with the resistance. അതായത് കോയിൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിൻ്റെ കോയിൽ? ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ലാമിനേറ്റഡ് അയൺ കോറും അതിൻ്റെ കോയിലും കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിരിക്കും. അക്രോസ് സപ്ലൈക്ക് അക്രോസ് ആയിരിക്കും. ഹൂസ് ഫ്രീക്വൻസി ഈസ് ടു ബി മെഷേർഡ്. ഏതിൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്? അതിൻ്റെ അക്രോസ് ആയിരിക്കും നമ്മുടെ സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ റീഡ്സ് ആർ ഫിക്സഡ് അറ്റ് ദ ബോട്ടം ആൻഡ് ആർ ഫ്രീ അറ്റ് ദ ടോപ്പ് എൻഡ്. റീഡ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. റീഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഇവിടെ ഫ്രീ ആയിരിക്കാനുള്ളൊരു ഓപ്ഷനും കാണുന്നുണ്ട്. ഫിക്സ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ അടിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് പോലെ മേലെ ഫ്രീ ആയി കിടക്കുന്ന പോലെയായിരിക്കും നമ്മുടെ റീഡ്സ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. റീഡ്സ് ആർ ഫിക്സഡ് അറ്റ് ദ ബോട്ടം ആൻഡ് ആർ ഫ്രീ അറ്റ് ദ ടോപ്പ് ആൻഡ് സിൻസ് ദ റീഡ്സ് ഓൺ എ ഫ്രീക്വൻസി മീറ്റർ ആർ അറേഞ്ച്ഡ് ടു ബി viewed end on, they have a portion bent over at the free end to serve as a flag. അതിവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ മേലെ പൊന്തി നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഇവിടെ ഫ്ലാഗ്സ് കാണാൻ പറ്റും നമുക്ക്. മേലെ പൊന്തി നിൽക്കുന്ന ആ ഭാഗത്താണ് ഫ്ലാഗ്സ് കാണാൻ പറ്റുക. ഓക്കെ, ദ ഫ്ലാഗ്സ് ആർ പെയിൻറ്റഡ് വൈറ്റ് ആയിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഫ്ലാഗ്സിന്. എന്തിനാണ്? ടു അഫോർഡ് മാക്സിമം കോൺട്രാസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് വൈറ്റ് പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. എന്തിന്? ഫ്ലാഗിന്. ഓക്കെ, ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സപ്ലൈ ഹൂസ് ഫ്രീക്വൻസി ഈസ് ടു ബി മെഷേർഡ് സ്വിച്ച്ഡ് ഓൺ. നമ്മുടെ സപ്ലൈ ആരുടെയാണോ, ഏത് സപ്ലൈൻ്റെ ആണോ ഫ്രീക്വൻസി നമുക്ക് മെഷർ ചെയ്യേണ്ടത് അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? The current I starts flowing through the coil of the electromagnet. ഇലക്ട്രോമാഗ്നറ്റിൻ്റെ കോയിലിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിൻ്റെ പേര് നമ്മൾ I എന്ന് കൊടുത്തു, സ്മോൾ I എന്ന് കൊടുത്തു. ദ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ലിങ്ക്സ് വിത്ത് ദ റീഡ്സ്. ആ ഇലക്ട്രോമാഗ്നറ്റ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ലിങ്ക് ചെയ്തിരിക്കുന്ന റീഡ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അട്രാക്ട്സ് ദം വിത്ത് എ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ. അട്രാക്ഷൻ ഫോഴ്സ്, അത് തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? I സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് വിത്ത് എ ഫ്രീക്വൻസി ഈക്വൽ ടു ട്വൈസ് സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയുടെ ട്വൈസ് ആയിരിക്കും. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 times ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി വരിക. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് the reeds is equal to or an integral multiple of supply voltage, it will oscillate with large amplitude due to resonance. Okay, the amplitude of oscillations of the other reeds will be negligibly small. ആയിരിക്കും എന്ത്?
ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് അതർ റീഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. Thus, by identifying the reed which oscillates with the largest amplitude, the frequency of supply voltage can be determined. ഏത് റീഡാണോ ലാർജസ്റ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എ ഫ്രീക്വൻസി എക്സാക്ട്ലി മിഡ്വേ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ടു റീഡ്സ്, രണ്ട് റീഡ്സിൻ്റെ മിഡ്വേ ആയിട്ടാണ് ഫ്രീക്വൻസി വരുന്നത് എന്നുണ്ടെങ്കിൽ both will vibrate with amplitudes which are equal in magnitude but considerably less than the amplitude which is at resonance. ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലായിരിക്കും അത് എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. പക്ഷേ അതെന്തായിരിക്കും, കൺസിഡറബിളി ലെസ് ദാൻ ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് അറ്റ് റെസൊണൻസ്. റെസൊണൻസിലുള്ളതിനേക്കാളും ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കുറവായിരിക്കും. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീക്വൻസി മീറ്റേഴ്സ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് ഇൻഡിക്കേഷൻ ഓഫ് ഫ്രീക്വൻസീസ് വെർച്വലി ഇൻഡിപെൻഡൻ്റ് ഓഫ് വേവ് ഫോം ഓഫ് സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജിൻ്റെ വേവ് ഫോമായിട്ട് വെർച്വലി ഇൻഡിപെൻഡൻ്റ് ആണ് ഫ്രീക്വൻസിൻ്റെ ഇൻഡിക്കേഷൻ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് റീഡ് മച്ച് ക്ലോസർ ദാൻ ദ ഹാഫ് ദ ഫ്രീക്വൻസി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് റീഡ്സ്. ഇൻസ്ട്രുമെൻറ്റിന് എന്ത് റീഡ് ചെയ്യാൻ പറ്റില്ല, much closer than half the frequency difference between adjacent reads. Adjacent reads തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസിനെ ക്ലോസർ ദാൻ ഹാഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റില്ല, ഇൻസ്ട്രുമെൻറ്റിന് അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററാണ് കാണുന്നത്, ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അതിലെന്തൊക്കെയാണുള്ളത്, ഒരു ഫിക്സഡ് കോയിലുണ്ട് വിച്ച് ഇസ് കണക്റ്റഡ് ടു സപ്ലൈ വോൾട്ടേജ് whose frequency is to be measured. അക്രോസ് സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിക്സഡ് കോയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിക്സഡ് കോയിലുണ്ട് ഇവിടെ. പിന്നെന്താ ഉള്ളത്, ദിസ് കോയിൽ ഈസ് കോൾഡ് മാഗ്നറ്റൈസിങ് കോയിൽ. ആ കോയിലാണ് മാഗ്നറ്റൈസിങ് കോയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് മൗണ്ടഡ് ഓൺ എ ലാമിനേറ്റഡ് അയൺ കോർ. അതിന് മാഗ്നറ്റൈസിങ് കോയിൽ എന്ന് പറയും. അതിന് ലാമിനേറ്റഡ് അയൺ കോറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിഭാഗം ചെയ്തിരിക്കുന്നത്. ഓക്കെ, the iron core has a cross section which varies gradually over the length, being largest near the end where the magnetizing coil is mounted at the smallest at the other end. നമ്മുടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, ഇങ്ങോട്ടേക്ക് എത്തുന്തോറും സ്മോളർ വിത്തായി വന്നു, ഇങ്ങോട്ടേക്ക് എത്തുന്തോറും വൈഡായി വന്നു അല്ലേ. ഇപ്പോൾ ലാമിനേറ്റഡ് അയൺ കോർ ഇവിടെയാണ്, അല്ല ഫിക്സഡ് കോയിൽ നമ്മുടെ ഇവിടെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ മൂവിംഗ് കോയിൽ ഇസ് pivoted over this iron core. A pointer is attached to the moving coil. The terminals of the moving coil are connected to a suitable capacitance C. There is no controlling force. ഇതാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്ത്, മൂവിംഗ് കോയിൽ. ഈ മൂവിംഗ് കോയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ പോകേണ്ട ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, പോയിൻ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുള്ളൂ. പോയിൻ്റർ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, മൂവിംഗ് കോയിലിൻ്റെ അറ്റത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൺട്രോളിങ് ഫോഴ്സ് ഒന്നും അവിടെ ഇല്ല. ഇനി മെഷർമെൻറ്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ആണ്. എർത്ത് റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം അലോവബിൾ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേരിയസ് ലൊക്കേഷൻസിൽ ഏതൊക്കെയാണ്, ലാർജ് പവർ സ്റ്റേഷൻസിൽ 0.5 ഓം ആണ്, മേജർ പവർ സ്റ്റേഷൻസിൽ 1 ഓം ആണ്, സ്മോൾ സബ് സ്റ്റേഷൻസിൽ 2 ഓംസ് ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസിലും ബാക്കി എല്ലാ കേസസിലും 8 ഓം വെച്ചിട്ടാണ് എന്ത് എഴുതേണ്ടത്, മാക്സിമം അലോവബിൾ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് വരുന്നുണ്ട്. ഇതിൻ്റെ സർക്യൂട്ടാണ് പറയുന്നത്. ഓക്കെ, എർത്ത് ഇലക്ട്രോഡ് ഉണ്ട്, ഓക്സിലറി ഇലക്ട്രോഡ്സ് ഉണ്ട്, എയും ബിയും, വോൾട്ട് മീറ്റർ, ബാറ്ററി, അമ്മീറ്റർ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. 2 ഓക്സിലറി ഇലക്ട്രോഡ്സ് ഉണ്ട്, എയും ബിയും. യൂഷ്വലി അയൺ സ്പൈക്സ് ആയിരിക്കും ഓക്സിലറി ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഇ ആൻഡ് എ ആണ്. എക്സ് ആക്സിസിൽ വരിക, എർത്ത് റെസിസ്റ്റൻസ് ആണ് വൈ ആക്സിസിൽ വരിക, കേർവ് ഇങ്ങനെയാണ് വരിക. ഇതാണ് ഈ ഒരു ഡിസ്റ്റൻസാണ് ആർ ഇ എന്ന് പറയുന്നത്. ഓക്കെ,
മെഷർമെൻറ്റ് യൂസിങ് എർത്ത് ടെസ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഫിഗറിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഗറാണ്. എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഗർ തന്നെയാണ്. ഒരു കറണ്ട് കോയിലുണ്ട്, ഒരു പൊട്ടൻഷ്യൽ കോയിലുണ്ട്. ഓക്കെ, കെപ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൽ വെച്ചിരിക്കുന്ന ഒരു കറണ്ട് കോയിലുണ്ട്, ഒരു പൊട്ടൻഷ്യൽ കോയിലും ഉണ്ട്. ഇത് കറണ്ട് കോയിൽ, ഇത് പൊട്ടൻഷ്യൽ കോയിൽ. ഓക്കെയാണ്. It also consists of a hand-driven DC generator, a rotating current reverser and a rectifier. Okay, working principle എന്ന് പറയുന്നത് PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ എർത്ത് ടെസ്റ്ററിന് 4 ടെർമിനൽസ് ഉണ്ട്, P1, P2 ആൻഡ് C1, C2. എർത്ത് ടെസ്റ്ററിൻ്റെ 4 ടെർമിനൽസാണ് P1, C1, P2, C2. അതാണ് 4 ടെർമിനൽസ് വരുന്നത്. The terminals P1 and C1 are shorted to form a common point to be connected to എർത്ത് ഇലക്ട്രോഡ്. P1 C1 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? ഷോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എർത്ത് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി P2 and C2 are connected to auxiliary electrodes B and C respectively. P2 എന്ന് പറയുന്നത് Pയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, C2 എന്ന് പറയുന്നത് Cയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാ P2 എന്ന് പറയുന്നത് ഇവിടെ Pയിൽ കണക്ട് ചെയ്തു, C2 എന്ന് പറയുന്നത് Cയിൽ കണക്ട് ചെയ്തു. The DC from the generator after passing through the current coil will enter the current reverser. The rotating current reverser helps in converting the DC to AC before applying it between the earth electrode E and auxiliary electrode C. The potential drop between E and auxiliary electrode P will be an AC voltage or AC voltage. It will be converted to DC voltage using the rectifier before applying it to pressure coil. ഈ ജനറേറ്റർ എന്ന് പറയുന്നത് DC ഫ്രം ദ ജനറേറ്റർ ആഫ്റ്റർ പാസിങ് ത്രൂ ദ കറണ്ട് കോയിൽ. ജനറേറ്ററിൽ നിന്ന് DC എന്താവും? കറണ്ട് കോയിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, കറണ്ട് കോയിൽ കൂടെ പാസ് ചെയ്തിട്ട് പിന്നെ എന്താണ് സംഭവിക്കുക? അത് വിൽ എൻ്റർ ദ കറണ്ട് റിവേഴ്സറിലേക്ക് എൻ്റർ ചെയ്യും. ഇതാണ് കറണ്ട് റിവേഴ്സർ വരുന്നത്. ഈ കറണ്ട് റിവേഴ്സറിലേക്ക് എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ദ റൊട്ടേറ്റിംഗ് കറണ്ട് റിവേഴ്സർ. ആ കറണ്ട് റിവേഴ്സർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? DCനെ AC ആക്കി മാറ്റും. എവിടെ കൊടുക്കുന്നതിന് മുമ്പ്? എർത്ത് ഇലക്ട്രോഡ് Eയിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ്. എർത്ത് ഇലക്ട്രോഡ് Eയിലേക്കും ഈ ഓക്സിലറി ഇലക്ട്രോഡ് Cയിലേക്കും കൊടുക്കുന്നതിന് മുമ്പ് DCനെ അതെന്താക്കി മാറ്റും? AC ആക്കി മാറ്റും. ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് Eൻ്റെയും ഓക്സിലറി ഇലക്ട്രോഡ് Pൻ്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു AC വോൾട്ടേജ് ആയിരിക്കും. അത് DC വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് DCനെ DCയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് പ്രഷർ കോയിലിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ പ്രഷർ കോയിലിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, the deflecting torque produced in the earth tester depends on the ratio of the voltage across the pressure coil. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുക. എർത്ത് ടെസ്റ്ററിന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുക. വോൾട്ടേജ് ആൻഡ് കറണ്ട് ത്രൂ ദ പ്രഷർ കറണ്ട് ത്രൂ ദ കറണ്ട് കോയിലിൻ്റെയും വോൾട്ടേജ് ത്രൂ ദ പ്രഷർ കോയിലും അതിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇറ്റ്സ് പോയിൻ്റ് ഇൻഡിക്കേറ്റ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എർത്ത് ഡയറക്റ്റ്ലി. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? എർത്തിൻ്റെ റെസിസ്റ്റൻസിന് ഡയറക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരും നമുക്ക്. ഇനി അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റേഴ്സിൻ്റെ കമ്പാരിസൺ ആണ്. ഏതൊക്കെയാണ് വരുന്നത്? സ്പീഡ് ഓഫ് റീഡിങ്ങിൽ കമ്പയർ ചെയ്യാൻ പറ്റും, റിക്വയർമെൻറ്റ് ഓഫ് പോയിൻ്റർ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം, എറർ കമ്പാരിസൺ, റെസൊല്യൂഷൻ, സൈസ്, പോർട്ടബിലിറ്റി. അതായത് ഈസി ഫോർ അനലോഗ്, പോർട്ടബിൾ ചെയ്യാൻ
ഈസി ആണല്ലോ ആയിരിക്കും. ബേസിക് പാർട്സ് ഓഫ് ഡിജിറ്റൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവും? ഡിജിറ്റൽ മീറ്റേഴ്സിൽ കമ്പാരേറ്റർ ഉണ്ടാവും, ഓസിലേറ്റർ ഉണ്ടാവും, പൾസ് ജനറേറ്റർ ഉണ്ടാവും, കൗണ്ടർ ഉണ്ടാവും, ലോജിക് ഗേറ്റ്സും ഉണ്ടാവും. ഓക്കെ. ഇനി റാംപ്ഡ് അപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ വരിക, ബ്ലോക്ക് ഡയഗ്രം വരിക. റാംപ്ഡ് അപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇത് വരിക. ഇവിടെ റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്റർ വരും. ഈ റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്ററിലേക്കാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇൻപുട്ട് കമ്പാരേറ്ററിലേക്ക് കൊടുക്കും. കമ്പാരേറ്ററിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? റാമ്പ് ജനറേറ്റ് ചെയ്യുന്നുള്ള റാമ്പാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട് എങ്ങോട്ടേക്ക് പോകും? ഗേറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്തുണ്ട്? ഗ്രൗണ്ട് കമ്പാരേറ്റർ ഉണ്ട്. ഇത് ഇൻപുട്ട് കമ്പാരേറ്ററും ഇത് ഗ്രൗണ്ട് കമ്പാരേറ്ററും. ഇത് കമ്പയർ ചെയ്യുന്നത് ഗ്രൗണ്ടിനെ വെച്ചിട്ടാണ്. ഈ റാമ്പിനെയും ഗ്രൗണ്ടിനെയും കമ്പയർ ചെയ്യും. എന്നിട്ട് അതും ഗേറ്റിലേക്ക് പോകും. ഈ മേലത്തെ കമ്പാരേറ്ററിൻ്റെ സ്റ്റാർട്ട് പൾസും താഴത്തെ കമ്പാരേറ്ററിൽ നിന്ന് സ്റ്റോപ്പ് പൾസുമാണ് പോകുന്നത്. ആ ഗേറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ കൗണ്ടറിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. The input which should be measured is given at input voltage കൊടുക്കും. This input is fed to ranging and attenuatorലേക്ക് കൊടുക്കും. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതെങ്ങനെയാണോ പോകുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്ററിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് വിൽ ആംപ്ലിഫൈ ദ സിഗ്നൽ. റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്റർ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ആംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് സ്മോൾ ഓർ അറ്റൻവേറ്റ്സ് ദ സിഗ്നൽ ഇഫ് ഇറ്റ് ഈസ് ലാർജ്. അതായത് ആംപ്ലിഫിക്കേഷനോ അല്ലെങ്കിൽ അറ്റൻവേഷനോ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്റർ എന്നുള്ളത്. സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ലാർജ് ആണെന്നുണ്ടെങ്കിൽ സിഗ്നലിനെ അത് അറ്റൻവേറ്റ് ചെയ്യും. ഈ റാമ്പ് ജനറേറ്റർ എന്ന് പറയുന്നത് റാമ്പ് പൾസിനെ ജനറേറ്റ് ചെയ്യാനുള്ളതാണ് റാമ്പ് ജനറേറ്റർ. ദ ഔട്ട്പുട്ട് ഫ്രം ദ അറ്റൻവേറ്റർ എങ്ങോട്ടേക്കാണ് കൊടുത്തിരിക്കുന്നത്? ഇൻപുട്ട് കമ്പാരറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് കമ്പാരറ്ററിൽ എന്തൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്? രണ്ട് സിഗ്നൽസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഇൻപുട്ട് കമ്പാരറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന രണ്ട് സിഗ്നൽസിനെ അത് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇൻപുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് കമ്പാരറ്ററിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളതായിരിക്കും. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് റാമ്പ് എന്നുള്ളതായിരിക്കും, അല്ലേ? ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് റാമ്പ് സിഗ്നൽ, ഈ രണ്ട് സിഗ്നൽസും ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ള സിഗ്നലും അതായത് റേഞ്ചിങ് ആൻഡ് അറ്റൻവേറ്റർ എന്നുള്ള സിഗ്നലും പിന്നെ റാമ്പ് സിഗ്നലും കൂടെ കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് തരും. ഈ റാമ്പ് സിഗ്നൽ മോറാണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ റാമ്പ് സിഗ്നൽ മോറാണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ബട്ട് ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് അധികം ഉള്ളതെന്നുണ്ടെങ്കിലോ ഗ്രേറ്റർ എന്നുണ്ടെങ്കിലോ റാമ്പ് സിഗ്നലിനേക്കാളും ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. വിച്ച് വിൽ ഓപ്പൺ ദ ഗേറ്റ്. അപ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആവുക. ഗേറ്റ് ഓപ്പൺ ആവുക അപ്പോഴാണ്. ഓക്കെ. എപ്പോഴാണ്? ഈ റാമ്പിനേക്കാളും ഇൻപുട്ടാണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിലാണ് ഓപ്പൺ ചെയ്യുക. ഇനി now when the gate gets opened, ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ക്ലോക്ക് ഓസിലേറ്റർ ക്ലോക്ക് പൾസസിനെ സെൻഡ് ചെയ്യും. എന്നിട്ട് അത് കൗണ്ടറിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഇൻപുട്ട് കമ്പാരറ്ററിൻ്റെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഗ്രൗണ്ട് കമ്പാരറ്റർ എന്താണ് ചെയ്യുക? എന്തൊക്കെയാണ് കമ്പയർ ചെയ്യുക? ഈ റാമ്പ് സിഗ്നലിനെയും ഗ്രൗണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് തരാണ് ഗ്രൗണ്ട് കമ്പാരറ്റർ ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് സ്റ്റോപ്പ് ചെയ്യുക എവിടെയാണ്? ദിസ് ഔട്ട്പുട്ട് വിൽ സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് പർച്ചേസ് ഫ്രോം ക്ലോക്ക് ഓസിലേറ്റർ ബൈ ക്ലോസിംഗ് ദ ഗേറ്റ്. ക്ലോക്ക് ഓസിലേറ്ററിൻ്റെ ഫ്ലോനെ എന്താ ചെയ്യും? സ്റ്റോപ്പ് ചെയ്തിട്ട് ഗേറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? സാമ്പിൾ റേറ്റ് മൾട്ടി വൈബ്രേറ്റർ ഇസ് യൂസ് ടു റീസെറ്റ് ദ റാമ്പ് ജനറേറ്റർ. റാമ്പ് ജനറേറ്റർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? സാമ്പിൾ റേറ്റ് മൾട്ടി വൈബ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് കമ്പാരറ്റർ പൾസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ട് കമ്പാരറ്റർ എന്തിനാണ്? പൾസസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് റാംപ്ഡ് അപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ഗ്രാഫ് വരുന്നത്. ദ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റാംപ്ഡ് അപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ടു മെഷർ
the time that a linear voltage takes to change from the level of the input voltage to zero voltage or vice versa. അതായത് to measure the ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് that a linear ramp voltage takes to change ഇൻപുട്ട് വോൾട്ടേജ് ലെവലിൽ നിന്നും സീറോ വോൾട്ടേജിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീനിയർ റാമ്പ് വോൾട്ടേജ് എടുക്കുന്ന ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, റാമ്പ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്, ഓപ്പറേഷൻ വരുന്നത്. ദിസ് ടൈം ഇൻ്റർവൽ ഈസ് മെഷേർഡ് വിത്ത് എൻ ഇലക്ട്രോണിക് ടൈം ഇൻ്റർവൽ കൗണ്ടർ വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ കൗണ്ട് ഇസ് ഡിസ്പ്ലേഡ് ആസ് എ നമ്പർ. കൗണ്ട് എന്താണ്? നമ്പറായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓൺ ഇലക്ട്രോണിക് ഇൻഡിക്കേറ്റിംഗ് ട്യൂബ്സ് ഓഫ് ദ ഔട്ട്പുട്ട് റീഡ് ഔട്ട് ഓഫ് ദ വോൾട്ട്മീറ്റർ. ഓക്കെ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഈ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നലാണ്, ആംപ്ലിഫയറാണ്. ഇവിടെ ഷ്മിറ്റ് ട്രിഗർ വരുന്നുണ്ട്, ട്രിഗർ പൾസ് പോകുന്നുണ്ട്. ഇതിൽ ആൻഡ് ഗേറ്റാണ് വരുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് പോകുന്നത്. ഇതിന് വരുന്ന എന്താണ്? ഷ്മിറ്റ് ട്രിഗറിൽ നിന്നുള്ള ഔട്ട് ഗേറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ടാണ് ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇന്നായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡെസിമൽ കൗണ്ടർ ഉണ്ട്, ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ട്. ബേസിക് കമ്പോണൻസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺനോൺ ഫ്രീക്വൻസി സോഴ്സ് വേണം, ആംപ്ലിഫയർ വേണം, ഷ്മിറ്റ് ട്രിഗർ വേണം, ആൻഡ് ഗേറ്റ്, കൗണ്ടർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ടൈം ബേസ്ഡ് സെലക്ടർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പൾസ് ട്രെയിൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഷ്മിറ്റ് ട്രിഗർ. ഇതിന് വേറെ എന്തും കൂടെ പറയാമെങ്കിൽ സോഴ്സിനോ ആ സെൻഡ് ADC ആൻഡ് ബേസിക്കലി ആക്സസ് കമ്പാരറ്റർ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ബേസിക്കലി. ഓക്കെ, നമുക്കൊരു അൺനോൺ ഫ്രീക്വൻസി സിഗ്നൽ നമ്മുടെ മീറ്ററിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് പാസസ് ഓൺ ടു ആംപ്ലിഫയറിൽ കൂടെ പോകും. എന്നിട്ട് വിച്ച് ആംപ്ലിഫൈസ് ദ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. ഇനി ആ ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഷ്മിറ്റ് ട്രിഗറിലേക്ക് കൊടുത്തിട്ട് ആ ഷ്മിറ്റ് ട്രിഗറിൽ എന്ത് സംഭവിക്കും കണ്ടോ? ആംപ്ലിഫൈഡ് സിഗ്നലിനെ നമ്മൾ ഷ്മിറ്റ് ട്രിഗറിലേക്ക് കൊടുക്കും. ആ ഷ്മിറ്റ് ട്രിഗറിൽ എന്താ സംഭവിക്കുന്നത്? ഷ്മിറ്റ് ട്രിഗറിൽ നമ്മൾ ഷ്മിറ്റ് ട്രിഗർ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇൻപുട്ട് സൈനസോയ്ഡൽ സിഗ്നലിനെ സ്ക്വയർ വേവ് ആക്കുന്നതാണ് ഷ്മിറ്റ് ട്രിഗർ. The oscillator also generates sinusoidal waves at the periodic intervals of time. ഓസിലേറ്റർ എന്തുണ്ടാക്കുന്നുണ്ട്? സൈനുസോയിഡൽ വേവ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഷ്മിറ്റ് ട്രിഗറിലേക്ക് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഓസിലേറ്ററാണത്, അത് ഷ്മിറ്റ് ട്രിഗറിലേക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെയും എന്തുണ്ടാകുന്നുണ്ട്? സൈനുസോയിഡൽ വേവ്സ് ഉണ്ടാക്കുന്നുണ്ട് ഓസിലേറ്റർ. This trigger converts sine wave into square wave. ഷ്മിറ്റ് ട്രിഗർ സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കും, വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ് പൾസസ് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പൾസ് എന്ന് പറയുന്നത് ഒരു വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് വാല്യൂ ഓഫ് എ സിംഗിൾ സിഗ്നൽ സൈക്കിൾ. വൺ പോസിറ്റീവ് വൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, first pulse which is generated is given as input to the gate control flip flop turning on and gate. ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ, ആൻഡ് ഗേറ്റിലേക്ക് പോകുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ ആൻഡ് ഗേറ്റിലേക്ക് പോകുന്നത് നമുക്ക് കറക്റ്റ് ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് ഫ്രം ആൻഡ് ഗേറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കൗണ്ട് ഡെസിമൽ വാല്യൂയിലേക്കാണ് പോകുന്നത്. Similarly, when the second pulse arises, second pulse വരുമ്പോൾ എന്ത് സംഭവിക്കും? ആൻഡ് ഗേറ്റിനെ ഡിസ്കണക്ട് ചെയ്യും. പിന്നെ തേർഡ് പൾസ് വരുമ്പോൾ ആൻഡ് ഗേറ്റ് വീണ്ടും ഓൺ ആവും. അങ്ങനെയാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. ഈ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് അൺനോൺ സിഗ്നൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് വിത്ത് ഫോളോയിങ് ഫോർമുല. ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അൺനോൺ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക? F = n/t. അതിൽ F എന്ന് പറയുന്നത് അൺനോൺ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ആണ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് കൗണ്ടറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കൗണ്ട്സ് ആണ്.
സ്മോൾ ടി എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെലാണ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് ദ ഗേറ്റ്. സ്റ്റാർട്ടിൻ്റെ സ്റ്റോപ്പിൻ്റെ ഇടയിലുള്ള ടൈം ഇൻ്റർവെലാണ് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സി ആർ ഒയും ഡി എസ് ഒയും കൂടെ പഠിക്കാനുണ്ട്. ഇതിൽ സി ആർ ഒൻ്റെ ഫുൾ ഫോമാണ് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്. അതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്, ബ്ലോക്ക് ഡയഗ്രമാണ് കാണുന്നത്. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി ആർ ഒ ഡി എസ് ഒ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും നമുക്ക് ചോദിക്കും. സി ആർ ഒൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സി ആർ ഒൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഈ വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിലേ ലൈൻ, എച്ച് പി സപ്ലൈ, എൽ ഇ സപ്ലൈ, ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ, ടൂൾസ് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്, സി ആർ ഒയിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് ഡി എസ് ഒൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. ഒന്നുകിൽ സി ആർ ഒ ഉണ്ടാവും, അല്ലെങ്കിൽ ഡി എസ് ഒ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഗണ്ണിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് നമ്മൾ വരുന്നത് ഇലക്ട്രോൺ ബീംസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈ ഡി എസ് ഒയിലും ഇതേപോലെ തന്നെ ആംപ്ലിഫയർ വരുന്നുണ്ട്, ഡിജിറ്റൈസർ വരുന്നുണ്ട്, മെമ്മറി ആൻഡ് ലേസർ സർക്യൂട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് ഡി എസ് ഒൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന 3 ബ്ലോക്സ് എന്തൊക്കെയാണ്? ഡാറ്റ അക്വിസിഷൻ വരുന്നുണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്, പിന്നെ ഡാറ്റ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ലാസ്റ്റ് നമുക്ക് വേവ് ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ ഓരോന്നും ഇതിൽ ബ്ലോക്ക് ഡയഗ്രാംസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ബ്ലോക്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിടണം. ഓരോ ബ്ലോക്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും എഴുതിയിരിക്കണം. ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ബ്ലോക്സ് എല്ലാം അറിഞ്ഞിട്ട് ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്സിനും ഫങ്ഷൻസ് നമുക്ക് അറിയായിരിക്കും. ആ ഓരോ ബ്ലോക്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സ്പ്ലനേഷൻ ആവും. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയാസാണ്. ഡി എസ് ഒ, സി ആർ ഒ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് പഠിക്കണം എന്നല്ല, രണ്ടും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് എന്തായാലും 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ.